മാതർമേ മധുകൈടഭഗ്നി മഹിഷപ്രാണാപഹാരോദ്യമേ ഹേലാ നിർമ്മിത ധൂമ്രലോചനമധേ ചണ്ഡമുണ്ടാർത്തിനി നിശേഷീകൃതരക്തബീജധനുജേ നിത്യേ നിശുംഭാപഹേ ശുംഭധ്വംസിനി സംഹരാശുദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവീമാഹാത്മ്യത്തില് ഭൃത്യന്മാരായിട്ടുള്ള ശുംഭനിശുംഭന്മാരുടെ ഭൃത്യന്മാര് ചണ്ഡമുണ്ടാസുരന്മാര് അവിടെ ദേവിയെ കണ്ടിട്ട് ആ വിവരം ശുംഭനെ പറഞ്ഞയച്ചു. ആ ദേവിയുടെ സൗന്ദര്യാതിശയമൊക്കെ പറഞ്ഞു. അപ്പോൾ ശുംഭന് വളരെയധികം കാമാവേശം ഉണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെ കാമാവേശം ഉണ്ടായിട്ട് ആ ദൂതനായിട്ട് പറഞ്ഞയക്കുകയാണ്. സുഗ്രീവൻ എന്നുള്ളതായിട്ടുള്ള മറ്റൊരു അസുരനെ ദൂതനായിട്ട് ദേവിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. പ്രേഷയാമാസ ച തദാ ദൂതം ദേവീ മഹാസുരഃ സുഗ്രീവം നാമ ദുർധർഷം ദൗത്യകർമ്മണി കോവിദം. ഈ പ്രേഷയാമാസ പറഞ്ഞയച്ചു, ച തദാ അപ്പോൾ പ്രേഷയാമാസ ച പറഞ്ഞയക്കുകയും ചെയ്തു, അയക്കുകയും ചെയ്തു. ആരെയാണ്? ദൂതം ദേവീ മഹാസുര, ദേവിക്കായിക്കൊണ്ട് ദൂതനെ പറഞ്ഞയച്ചു. മഹാസുര ആ അസുരൻ ദേവിക്കായിക്കൊണ്ട് ദൂതനെ പറഞ്ഞയച്ചു. ദേവിയുടെ സമീപത്തേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചു എന്നാണ്. ആരെയാണ്? സുഗ്രീവം നാമ ദുർധർഷം, സുഗ്രീവൻ എന്നു പേരായിട്ട് സുഗ്രീവം നാമ, സുഗ്രീവൻ എന്നു പേരായ ദുർധർഷം തടുക്കാൻ വയ്യാത്തതായിട്ടുള്ള ദൗത്യകർമ്മണി കോവിദം, ദൗത്യം നിർവഹിക്കുന്നതിന് വളരെ സമർത്ഥനായിട്ടുള്ള ഒരു സുഗ്രീവൻ. ഈ ദൗത്യത്തിനൊക്കെ വളരെ നല്ല ആളാണ്. പറഞ്ഞത് മാതിരി ചെയ്തപ്പോഴും വേണ്ട വിധത്തിൽ അവിടെ ചെന്നാൽ പറയും. അതിനൊക്കെ മിടുക്കുണ്ട് എന്നുള്ളതായിട്ടുള്ള ആ ഒരു സുഗ്രീവൻ എന്നുള്ളതായിട്ടുള്ള ഒരു അസുരനെ ആരെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞാൽ പോരല്ലോ. ഇവിടെ പറയണത് എന്താണ്, ഇവിടുത്തെ ആഗ്രഹം എന്ന് വെച്ചാൽ അത് അനുസരിച്ച് പോയി പറയണം. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും തകരാറ് വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വേണ്ട വിധത്തെ നേരെയാക്കിയിട്ട് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഈ ദൗത്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അതിനൊക്കെ മിടുക്കുള്ളതായിട്ടുള്ള ഒരു സുഗ്രീവൻ എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ളൊരു അസുരനെയാണ് അവിടെ ദൂതനായിട്ട് പറഞ്ഞയച്ചത്. സുഗ്രീവം നാമ ദുർധർഷം ദൗത്യകർമ്മണി കോവിദം, ദൗത്യം നിർവഹിക്കുന്നതിൽ, അതായത് വിവരമൊക്കെ ചെന്ന് പറയാനായിട്ട് പറയുന്നതായിട്ടുള്ള കാര്യത്തിൽ വളരെ കുശലനായിട്ടുള്ള, കോവിദനായിട്ടുള്ള, സമർത്ഥനായിട്ടുള്ള ഒരു സുഗ്രീവൻ എന്ന അസുരനെ ദൂതനായിട്ട് പറഞ്ഞയച്ചു എന്നാണ്. ഇതി ചേതിജ വക്തവ്യ സാ ഗത്വാ വചനാൻ മമ യഥാ ചാഭ്യേതി സാ പ്രീത്യ തഥാ കാര്യം ത്വയാ ലഘു. എന്താണ് പറഞ്ഞു വെച്ചത്? ഇതി ചേതിച്ച വക്തവ്യ, ഇങ്ങനെയൊക്കെ പറയണം. വക്തവ്യ പറയണം. ഇതി ച ഇതി, അതായത് ഇപ്രകാരമൊക്കെ പറയണം. എങ്ങനെയാണ്? സാ ഗത്വ പോയിട്ട്, അവിടെ പോയിട്ട് സാ മയാ മമ വചനാത്, എൻ്റെ വാക്കായിട്ട് അവിടെ ചെന്ന് പറയണം. അതായത് ഞാൻ പറഞ്ഞയച്ചതായിട്ട് അവിടെ ചെന്ന് പറയണം എന്നാണ്. സാ ഗത്വ പോയിട്ട് സാ മമ വചനാത് വക്തവ്യ, ആ ദേവി മമ വചനാത് എൻ്റെ വാക്കായിട്ട് വക്തവ്യ പറയപ്പെടണം. ആ ദേവിയോട് ഞാൻ പറഞ്ഞതായിട്ട് പറയണം. എന്താണ് പറയേണ്ടത്? യഥാച അഭ്യേതി സാ പ്രീത്യ, എങ്ങനെയാണ് പറയേണ്ടത് എന്ന് പറയാണ്. യഥാ എങ്ങനെ പറഞ്ഞാലാണോ സാ പ്രീത്യ അഭ്യേതി, അവൾ സന്തോഷമായിട്ട് എൻ്റെ അടുത്തേക്ക് വരണം. അതായത് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സന്തോഷമായിട്ട് വരാൻ തോന്നില്ല. അപ്പം അതല്ല, അവിടെ ചെന്നാൽ അവൾ വരും എന്നുള്ള നിലയിൽ പറയണം എന്നാണ്. ഇതി യഥാച അഭ്യേതി, അഭ്യേതി എൻ്റെ സമീപത്തേക്ക് വരും. യഥാച അഭ്യേതി, എൻ്റെ അടുത്തേക്ക് എങ്ങനെ പറഞ്ഞാലാണോ അവള് സന്തോഷമായിട്ട് എൻ്റെ അടുത്തേക്ക് വരിക, പ്രീത്യ സന്തോഷമായിട്ട് എൻ്റെ സമീപത്തേക്ക് വരുന്നത്, തഥാ കാര്യം ത്വയാ ലഘു, അങ്ങനെ ചെയ്യണം. തഥാ കാര്യം അപ്രകാരം ചെയ്യണം. അതായത് അവൾക്ക് വരാൻ തോന്നണം വേഗം എൻ്റെ അടുത്തേക്ക്. ലഘു വളരെ വേഗത്തിൽ, താമസമൊന്നും ഉണ്ടാവരുത്. അവളുടെ അടുത്തേക്ക് വരാനായിട്ട് അവൾക്ക് തോന്നണം. ആ വിധത്തിൽ അവിടെ ചെന്ന് പറയണം എന്നാണ്. യഥാച അഭ്യേതി സമീപത്തേക്ക് വരും. സാ പ്രീത്യ, അവൾ സന്തോഷത്തോടുകൂടി എൻ്റെ സമീപത്തേക്ക് വരത്തക്ക വിധത്തിൽ തഥാ കാര്യം അപ്രകാരം ചെന്ന് പറയണം. ലഘു വളരെ വേഗത്തിൽ പറയണം, താമസമൊന്നും ഉണ്ടാവരുത്.
നിശമ്യ ദൈത്യരാജസ്യ സുഗ്രീവോ നയകോവിദ തഥേതിരോ കൃത്വാ പ്രയയോ സ്വൽപസൈന്യസമന്വിത. നിശമ്യ ദൈത്യരാജസ്യ വചഃ, ദൈത്യരാജാവിൻ്റെ വാക്ക് കേട്ടിട്ട്, വചഃ എന്നവിടെ പറയണില്ല, എന്നാലും ദൈത്യരാജൻ പറഞ്ഞതായിട്ട് കേട്ടിട്ട്, ദൈത്യരാജാവ് ശുംഭൻ പറഞ്ഞത് കേട്ടിട്ട്, നിശമ്യ കേട്ടിട്ട്, സുഗ്രീവ നയകോവിദ, നയകോവിദനായിട്ടുള്ള സുഗ്രീവൻ, വേണ്ട വിധത്തിലൊക്കെ പറയാൻ നല്ല നിശ്ചയമുണ്ട്, നയങ്ങളൊക്കെ അറിയാം, എങ്ങനെയാണ് പറയേണ്ടത്, എങ്ങനെ പറഞ്ഞാലാണ് വരിക എന്നൊക്കെ നല്ല പോലെ നിശ്ചയമുള്ളതായിട്ടുള്ള സുഗ്രീവൻ, നയകോവിദ സുഗ്രീവ തഥായിതി ഉക്തുവാച, അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു, ശരി ഞാൻ പോയി വരാം എന്ന് പറഞ്ഞ്, തഥാച ഇതി ഉക്തുവ, അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട്, പ്രയയൗ പോയി, യാത്രയായി. സ്വൽപ്പസൈന്യ സമന്വിത, ഒറ്റയ്ക്കല്ല പോയത്, സ്വൽപ്പസൈന്യ സമന്വിത, ചെറിയ ഒരു സൈന്യവും കൂടെ ഉണ്ട്. എന്താ വെച്ചാൽ കൊണ്ടുവരുമ്പോൾ ആ അനുഗമിക്കാനായിട്ട് ചിലരുണ്ടാവണ്ടേ, അല്ലാണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ പോയി കൊണ്ടുവരിക എന്ന് വെച്ചാൽ അത് ശരിയല്ല. അപ്പോൾ അത് കാരണം കുറച്ച് സൈന്യങ്ങളൊക്കെ കൂടെ ഉണ്ട്. അത് ആ വല്ലാണ്ട് കേമായിട്ടുള്ള സൈന്യങ്ങളൊന്നുമില്ല. എന്താ വെച്ചാൽ ഒരു സ്ത്രീയുടെ അടുത്തേക്കാണ്, ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിട്ടൊരു സ്ത്രീയുടെ അടുത്തേക്കാണ് പോണത്. അപ്പോൾ സൈന്യങ്ങളുടെ ആവശ്യമൊന്നുമില്ല. എങ്കിലും അതല്ല, കുട്ടി കൊണ്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ആർഭാടമൊക്കെ വേണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് സ്വൽപ്പ സൈന്യ സമന്വിത, കുറച്ച് സൈന്യങ്ങളും കൂടെ ഉണ്ട്. അങ്ങനെ പോയി എന്നാണ്. സതത്ര ഗത്വാ യത്രാസ്തേ ശൈലോദ്ദേശേതി ശോഭനേ സാ ദേവി താം തതപ്രാഹ ശ്ലക്ഷണം മധുരയാ ഗിരാ. സ തത്ര ഗത്വാ, അവിടെ പോയി, സഹ അവൻ, ആ സുഗ്രീവൻ, തത്ര ഗത്വാ അവിടെ പോയിട്ട്, എവിടെയാണ് പോയത്, യത്രാസ്തേ ശൈലോദ്ദേശേ സാ ദേവി, എത്ര ശൈലോദ്ദേശേ സാ ദേവി ആസ്തേ, എത്ര ശൈലോദ്ദേശേ, ശൈലത്തിൻ്റെ പർവ്വതത്തിൻ്റെ ഏത് ഭാഗത്താണ് ആ ദേവി ഇരിക്കണത്, ശൈലോദ്ദേശേ എത്ര, ശൈലോദ്ദേശത്തിൻ്റെ എവിടെ, ശൈലോദ്ദേശത്തിൽ ശൈലപ്രദേശത്ത്, എത്ര ആസ്തേ എവിടെയാണോ അവൾ ആസ്തേ ഇരിക്കുന്നത്, ആ ദേവി എവിടെയാണ് പർവ്വതത്തിൽ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ അവിടേക്ക് ചെന്നു എന്നാണ്. അതിശോഭനെ, അതെങ്ങനെയുള്ള സ്ഥലമാണ്, അതിശോഭനമായിട്ടുള്ള സ്ഥലമാണ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ദേവി ഇരിക്കുന്നത്. നേരത്തെ തന്നെ പറഞ്ഞു, അത് മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ചെന്നു എന്നുള്ളതാണ്. യത്രാസ്തേ അതിശോഭനെ, അതിശോഭനമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള യാതൊരു ദിക്കിലാണോ ആ ദേവി ഇരുന്നിരുന്നത്, തത്ര ഗത്വ അവിടെ പോയിട്ട്, താം തതപ്രാഹ അനന്തരം തതഹ അനന്തരം താം പ്രാഹ അവളോട് പറഞ്ഞു, ആ ദേവിയോട് പ്രാഹ പറഞ്ഞു, ആ ദേവിയോട് പറഞ്ഞു. എങ്ങനെയാണ്, ശ്ലക്ഷണം മധുരയാ ഗിര, മധുരയാ ഗിര, മധുരമായിട്ടുള്ള വാക്കായിട്ട്, ശുദ്ധി എടുത്തിട്ടൊന്നുമല്ല, ദേഷ്യപ്പെട്ടിട്ടൊന്നുമല്ല, ശക്തിയായിട്ടായിട്ടൊന്നുമല്ല, വളരെ മധുരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള വാക്യത്തിൽ, ശ്ലക്ഷണം മധുരവുമായിട്ടുള്ള വാക്യത്തിൽ, അതായത് വളരെ പതുക്കെ സാവകാശത്തിൽ, ഒട്ടും ദേഷ്യമൊന്നും വരാതെ കണ്ട് വളരെ കാര്യമായിട്ട് തന്നെ ആ ദേവിയോട് പറഞ്ഞു എന്നാണ്. എന്താണ് പറഞ്ഞത്, ദൂതൗവാച, ദേവി പറഞ്ഞു, ദൂതൻ പറഞ്ഞു, ദേവി ദൈത്യേശ്വര ശുംഭ ത്രൈലോക്യേ പരമേശ്വര ദൂതോഹം പ്രേഷിതസ്തേന ത്വസമീപമിഹാഗത. ദേവി, അല്ലയോ ദേവി, ദൈത്യേശ്വര ശുംഭ, ദൈത്യേശ്വരനായിട്ടുള്ള ശുംഭൻ, ശുംഭൻ എന്നുള്ളതായിട്ടുള്ള ദൈത്യരാജാവ്, അതായത് അസുരരാജാവ്, ത്രൈലോക്യേ പരമേശ്വര, ഇപ്പോൾ 3 ലോകത്തിലും പരമേശ്വരനാണ്, അയാൾ തന്നെയാണ് 3 ലോകത്തെയും ഭരിക്കുന്നത്. ആ ദൈത്യേന്ദ്രനായിട്ടുള്ള ആ ശുംഭനാണ്, അതാണ് ത്രൈലോക്യേ പരമേശ്വര, 3 ലോകത്തിലും പരമേശ്വരനായിട്ടുള്ള ആ ദൈത്യരാജാവായിട്ടുള്ള ആ ശുംഭൻ. ദൂതോഹം, ഞാൻ ആ ദൈത്യരാജൻ്റെ ദൂതനാണ്. ദൂതോഹം പ്രേഷിതസ്തേന, തേന പ്രേഷിത ദൂത അഹം, അദ്ദേഹത്തിനാൽ, ആ ദൈത്യരാജാവിനാൽ പ്രേഷിതനായ, പറഞ്ഞയക്കപ്പെട്ട ദൂതനാണ് ഞാൻ എന്ന്. ആദ്യം ആരാണെന്ന് പറയണ്ടേ, അപ്പോൾ അതും ഞാൻ ഇന്ന ആളാണ്, ദൈത്യരാജാവായിട്ടുള്ള ശുംഭൻ പറഞ്ഞയച്ചിട്ടുള്ളതായ ഒരു ദൂതനാണ് ഞാൻ എന്നാണ്. അദ്ദേഹത്തിനാൽ പറഞ്ഞയക്കപ്പെട്ട ദൂതനാണ് ഞാൻ. ത്വൽസമീപമിഹാഗത, അങ്ങയുടെ സമീപത്തേക്ക് എത്തിയിരിക്കുന്നു, അങ്ങയുടെ സമീപത്ത് വന്നിരിക്കുകയാണ് ഞാൻ.
ദൂതനാണ് ശുംഭൻ്റെ ദൂതനായിട്ടുള്ള ഞാൻ അങ്ങയുടെ സമീപത്തേക്ക് വന്നിരിക്കുന്നു. അതായത് ദൂതനായിട്ടെന്ന് പറയുമ്പോൾ ശുംഭൻ പറഞ്ഞിട്ടാണ് വന്നത് എന്നുള്ളതാണല്ലോ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.